കൊടുക്കണ്ടേ, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ്. കഞ്ചൂസ് കഴിച്ചു കഴിഞ്ഞാടാ? എനിക്ക് ഇച്ചിരി കാപ്പി വെച്ചു തരാം, ഭയങ്കര തണുക്കുന്നടാ മോനെ. A portion of the medical college building collapsed. One woman died in Kottayam. Flash news. എൻ്റെ ചേട്ടാ, ആ മെഡിക്കൽ കോളേജിലെ ആദ്യത്തെ ബിൽഡിംഗ് പണിതത് എൻ്റെ വിളിച്ചതായിരുന്നു കേട്ടോ. മെഡിക്കൽ കോളേജ് കോൺട്രാക്ട് വർക്ക് ചെയ്ത് ആദ്യത്തെ മെഡിക്കൽ കോളേജ് പണിതത് എൻ്റെ വിളിച്ചനായിരുന്നു. അതിലെനിക്ക് അഭിമാനമുണ്ട്. പക്ഷെ ഇപ്പം അത് കഴിഞ്ഞിട്ടുണ്ടാക്കിയ ഈ വലിയ വലിയ ബിൽഡിങ്സ് ആണ് ഇടിഞ്ഞ് താഴെ വീഴുന്നത്. അന്ന് ഒറ്റ ബിൽഡിങ്സേ ഉണ്ടായിരുന്നുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പം വെളിച്ചം മരിച്ചിട്ട് 10-25 വർഷം കഴിഞ്ഞു. അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. കാരണം വെച്ചാൽ ആശുപത്രിയിൽ നമുക്ക് ബിൽഡിങ്ങൊക്കെ പുതിയ ഇച്ചിരി പഴയതെന്ന് തോന്നിയാൽ അന്നേരം അത് പൊളിച്ച് പുതിയ ബിൽഡിംഗ് ആക്കി എടുക്കണം. മനസ്സിലായോ? പൊട്ടി വിണ്ട് കീഴെ നിൽക്കുന്ന ബിൽഡിങ്സിനകത്തൊക്കെ ഡോക്ടേഴ്സും പേഷ്യൻസും ഒക്കെ ഇരിക്കുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടത്തിന്റെ കാര്യത്തിലും അത് തന്നെയുണ്ട്. ഗവൺമെന്റ് തീരുമാനം എടുക്കണം. ഈ പൊട്ടിപ്പാഞ്ഞ് വിണ്ട് കീഴെ നിൽക്കുന്ന സ്കൂൾ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു പണിയാനുള്ള പരിപാടികൾ ഉണ്ടാക്കണം. ആ, ഇന്നിപ്പം മെഡിക്കൽ കോളേജിന്റെ ബിൽഡിങ്സാ. മനസ്സിലായി? ഇനി സ്കൂൾ കെട്ടിടങ്ങൾ, ഗവൺമെന്റിന്റെ സ്കൂൾ കെട്ടിടങ്ങളേ ഉള്ളൂ ഇങ്ങനെയൊക്കെ ഈ പൊട്ടിപ്പറഞ്ഞ് നിൽക്കുന്നത്. അതുപോലെ പോലീസ് സ്റ്റേഷന്, കോട്ടയം ജില്ലയിലെ പോലീസ് സ്റ്റേഷന്റെ പുറകുവശമൊക്കെ ഒന്ന് നോക്കണം. ആ കളക്ടറേറ്റിന്റെ സൈഡിൽ കൂടെ പോകുന്നത് എത്രയോ പഴകിയ ബിൽഡിങ്സ് ഒക്കെയാണ്. പോലീസ് സ്റ്റേഷനിലെ ആ കോട്ടയത്ത് ആ കഞ്ഞിക്കുഴി, ആ കഞ്ഞിക്കുഴി കളക്ടറേറ്റിന്റെ അവിടെ നിന്ന് ആ പോലീസ് സ്റ്റേഷന്റെ പുറകിലോട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ എത്രയോ പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. ഇതിനകത്താണ് പോലീസുകാരൊക്കെ താമസിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഓർക്കാറുണ്ട് കേട്ടോ. നമ്മുടെ പോലീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു, പക്ഷെ അവിടെ ആ ഒരു കാക്കിയുടെ പോലും ഒരു റെസ്പെക്ട് ഇല്ലാത്ത കെട്ടിടങ്ങളാണ് അവർക്ക് താമസിക്കാൻ കൊടുക്കുന്നത്. നിലവിലുള്ള നല്ല പോലീസ് ജീപ്പ് പോലും ഇല്ല. സത്യ വണ്ടി ഞാനിങ്ങനെ നോക്കാറുണ്ട് അവിടെയൊക്കെ ബിൽഡിങ്സ് ഇങ്ങനെ. ഞാൻ ഫോൺ എടുക്കുന്നില്ല കയ്യിൽ. ഫോൺ ഇപ്പം എടുക്കുക. ഞാൻ 10:30 കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞിരിക്കുക. അതിന് മുമ്പ് വിളിക്കുന്നവരൊന്നും എടുക്കുന്നില്ല. ടേക്ക് സം ടീ, ബ്രേക്ക് ടൈം ലൈവ് പ്രോഗ്രാം. ഞാൻ കൊലവെയിട്ടതല്ല കേട്ടോ, ഭയങ്കര ക്ഷീണം. പിന്നെ മീനുകുട്ടി, ഞാൻ ഓരോരോ റീസൺ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നത് ലൈവിൽ. സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. ലൈവ് ഇടാൻ പോലും സമയമില്ല, ഭയങ്കര തിരക്കാണ്. ഇതിൽ നിന്ന് 10 മണി വരെയുള്ളൂ നമുക്ക് ലൈവ്. നമുക്കൊരു 15 മിനിറ്റ് ലൈവ് ഉള്ളൂ. നമ്മളിപ്പം 60 ലൈക്ക് നമുക്ക് നോക്കി നിൽക്കാൻ പറ്റത്തില്ല. നമ്മുടെ സാമ്പത്തിക മാർഗമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് തിരക്കോട് തിരക്കാണ്. പകലും തിരക്ക്, രാത്രിയിലും തിരക്ക്. ഇനിയിപ്പം പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു 10:30 ആകുമ്പോൾ സമയം കൊടുത്തിരിക്കുക. സംവിധായകർക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കാനുള്ള സമയം ഞാൻ അങ്ങോട്ട് കൊടുത്തിരിക്കുക 10:30. മനസ്സിലായോ? അപ്പം നമുക്ക് നല്ല തിരക്കാണ്. അതുപോലെ തന്നെ പകലാണെങ്കിലും തിരക്കാണ്. അതെ, നമുക്ക് പണമാണ്, നമുക്ക് പൈസയാണ് മെയിൻ കാര്യം. കാരണം പൈസ ഉണ്ടല്ലോ ഈ കാലത്ത് ജീവിക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പിള്ളേരെ അവരുടെ ഇഷ്ടത്തിനൊക്കെ പഠിപ്പിക്കണം. അവർക്കൊക്കെ ഈ തുളസിക്കൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. നല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കണം, ഇംഗ്ലീഷിൽ കൂടുതൽ ഇതുണ്ടാക്കണം. ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ചഡ് ബൈ